ഹായ് ഹലോ എല്ലാവർക്കും മലയാളി മേക്കോവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ എന്തെങ്കിലും പാക്കോ DIY ഒക്കെ ആയിട്ടായിരിക്കും വന്നിരിക്കുന്നതെന്ന്. സ്കിൻ ഗ്ലോവിങ് എന്ന് കണ്ടപ്പോൾ അല്ലേ, സ്കിൻ ഗ്ലോ ചെയ്യാനുള്ളത്. അതൊന്നുമല്ല, എനിക്ക് കുറേ കമൻറ്റ്സ് കിട്ടി. എൻ്റെ സ്കിൻ ഭയങ്കര ഗ്ലോവിങ് ആണ്. അപ്പോൾ എൻ്റെ ഒരു യൂട്യൂബർ എൻ്റെ ഒരു യൂട്യൂബർ ഫ്രണ്ടാണ്. ആൾ ചോദിച്ചു സീക്രട്ട് എന്തെങ്കിലും ഉണ്ടോ പറയാമോ എന്നൊക്കെ. ടു ബി ഫ്രാങ്ക് യാതൊരു സീക്രട്ടും ഇല്ല. ഞാൻ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് മറ്റു വീഡിയോസിലൊക്കെ. അങ്ങനെ പ്രത്യേകിച്ചൊരു സീക്രട്ട് ഒന്നുമില്ല. ഒരു 1.5 വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന സ്കിൻ കെയർ റുട്ടീൻ. അത് കാരണം എൻ്റെ സ്കിൻ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അത്രയും ഗ്ലോവി ആയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. വാട്സാപ്പിൽ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, മിക്ക വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. ആദ്യം ഒന്ന് ക്ലെൻസ് ചെയ്യും. മോർണിംഗിൽ എനിക്ക് അപ്പോൾ തന്നെ ക്ലെൻസ് ചെയ്യും. ക്ലെൻസ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഹിമാലയയുടെ ഒരു ക്ലെൻസറാണ്. ക്ലെൻസർ അല്ല, ഒരു ഫേസ് വാഷാണിത്. വാൾനട്ട് ഫേസ് വാഷാണ്. ഇത് വളരെ എഫക്റ്റീവാണ്. അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. കുറച്ച് എക്സ്പെൻസീവാണ്. ഇത് ബ്ലാക്ക് ഹെഡ് നല്ലപോലെ ക്ലിയർ ചെയ്യുന്ന എഴുതിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഡെഡ് സെൽസ് ഒക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. ഒരു ഫേസ് വാഷ് കം സ്ക്രബ്ബർ കൂടിയാണിത്. വളരെ നല്ലതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്യും, ക്ലെൻസ് ചെയ്യും. അപ്പോൾ ഇത് തീരുന്ന സമയങ്ങളിൽ ഞാൻ ചെറുപയർ പൊടിയാണ് ഉപയോഗിക്കുക. നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇത്ര എക്സ്പെൻസീവായ പ്രോഡക്റ്റ് ഉപയോഗിക്കണമെന്നില്ല. ചെറുപയർ പൊടിയോ കടലമാവോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫേസ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ടോണർ ഉപയോഗിക്കണം. ഇത് മാത്രമാണ് ഞാൻ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ ഉപയോഗിക്കുന്ന ഒന്ന്. പിന്നെ ഞാൻ സ്കിന്നൊന്ന് ടോണറായിട്ട് ഉപയോഗിക്കുന്നത് ഒന്നല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിരുന്നു. ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ ഒക്കെ ഞാൻ എൻഡ് സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവർ പോയി കാണാം. ഈ ടോണർ എന്ന് പറയുന്നത് 100% നാച്ചുറലാണ്, ഓർഗാനിക് ആയിട്ടുള്ള ടോണറാണ്. കുക്കുംബർ ടോണറാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുന്നതാണ്. അതാണ് എനിക്കിഷ്ടം. ഈ റോസ് വാട്ടറാണ് അതില്ലാത്തപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. കുക്കുംബർ ടോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ സിനമോൺ ഉണ്ടല്ലോ, സിനമോണിൻ്റെ ഒരു ചെറിയ പീസ് അതിൽ ആഡ് ചെയ്യും. എന്നിട്ടാണ് വെള്ളം തിളപ്പിക്കുക. അതെന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് നല്ലൊരു ഫ്രഷ്നെസ് തരും, പിന്നെ ഒരു ഗ്ലോ തരും. ബ്ലാക്ക് സ്പോട്ട്സ് ക്ലിയർ ചെയ്യാനും ഒക്കെ സിനമോൺ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരു ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് അതിന്. അതുകൊണ്ട് അത് വളരെ നല്ലതാണ്. അതാണ് ഞാൻ ഉപയോഗിക്കുന്ന ടോണർ എന്ന് പറയുന്നത്. അത് തീർന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ റോസ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അടുത്താണ് മോയ്സ്ചറൈസിങ് ചെയ്യണം, സ്കിപ്പ് ചെയ്യരുത്. ഇത് 3 നമ്മൾ സ്കിപ്പ് ചെയ്യരുത് മോർണിംഗിൽ. അപ്പോൾ ഫേസ് നല്ലൊരു ഗ്ലോ ഫേസിനുണ്ടാകും. ഞാൻ ഈ അലോവേര ജെല്ലാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഇത് അഫോർഡബിൾ ആണ്, വളരെ ഇഷ്ടമാണ്. ഈ അലോവേര ജെല്ലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറുകൾ കാണിച്ചു തരാം. നമ്മുടെ സ്കിൻ എപ്പോഴും നല്ലപോലെ മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പറ്റുന്ന മോയ്സ്ചറൈസർ ഉപയോഗിച്ച് നല്ലപോലെ സ്കിൻ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതൊരു സ്കിൻ നല്ലപോലെ ഗ്ലോവിങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറുകൾ ഹിമാലയയുടെ റിവ്യൂ ചെയ്തിരുന്നപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ കാണാത്തവരാണെങ്കിൽ ഈ വരുന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് അലോവേരയുടെ എല്ലാ സ്കിൻ ടൈപ്പിനും ഹിമാലയയുടെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതെന്ന് പറയുന്നത് ഇൻറ്റൻസീവ് മോയ്സ്ചറൈസിങ് ക്രീം, വൈറ്റമിൻ ഇ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത് ഇത്തിരി ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ കൺസിസ്റ്റൻസി, ഇത് തിക്ക് കൺസിസ്റ്റൻസിയാണ്. അതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്തിരി തിക്കാണ് ഈ ക്രീം എന്ന് പറയുന്നത്. പക്ഷെ ഇത് തീർന്നു കേട്ടോ. ഇത് തീർന്നു, കംപ്ലീറ്റ്ലി തീർന്നു. കണ്ടോ, ഇതിലൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് ഒരു പുതിയ ബോട്ടിൽ ഇനി വാങ്ങണം. ഇത് തീർന്നു. പിന്നെ ഞാൻ മാറി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. സ്കിൻ സെൻസിറ്റീവ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് നിവിയ സോഫ്റ്റ് ക്രീമാണ്. നിവിയയുടെ മറ്റേ ക്രീം ഉണ്ടല്ലോ, ഒരു ബ്ലൂ ബോട്ടിലുള്ളതാണ് എനിക്കിഷ്ടമല്ല. ഈ സോഫ്റ്റ് ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒന്നും കൂടി സോഫ്റ്റാണ് അതിനേലും. ഇത് അലോവേരയുടെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പിന്നെ ഉപയോഗിക്കുന്നത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ ഉണ്ട്. അപ്പോൾ ഇത് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് എൻചാൻഡറിൻ്റെ ബോഡി ലോഷൻ ഉപയോഗിക്കാറുണ്ട്, ഫുൾ ബോഡി മോയ്സ്ചറൈസ് ചെയ്യാൻ. ഇത് തീർന്നു ഈ ബോട്ടിൽ. ഇത് എൻചാൻഡറിൻ്റെ ബോഡി ലോഷനാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് തീർന്നു. ഇതെന്ന് പറയുന്നത് അലോവേരയും ഒലിവ് ബട്ടർ ഉള്ളതാണ്.
ഈ ഇതിലെ ഇൻഗ്രീഡിയൻസ്, മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അലോവേരയും ഒലിവ് ബട്ടറുമാണ്. പിന്നെ ഉപയോഗിക്കുന്നത് ഡോവിൻ്റെ ആണ്. ഇതെന്ന് പറയുന്നത് ഭയങ്കര ഹാർഷൊന്നുമല്ല, ഭയങ്കര മൈൽഡായിട്ടുള്ളൊരു ക്രീമാണ്. ഡോവിൻ്റെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഒരു ബോഡി ക്രീമാണ്, പ്യുവർലി പാമ്പറിങ്. അപ്പോൾ ഇതിലെ കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഷിയ ബട്ടറാണ്. ഷിയ ബട്ടറും അതുപോലെ വാനിലയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ്. ഷിയ ബട്ടർ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡോവിൻ്റെ ക്രീം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഇവിടുന്ന് UAE നിന്ന് വാങ്ങിയതാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മുടെ നാട്ടിലൊരു 1500 രൂപ വരും ഒരു ചെറിയ ബോട്ടിലിന്. അതാണ് ഞാൻ ഇവിടുന്ന് UAE നിന്ന് വാങ്ങിയതാണ്. ഡോക്ടർ ഓർഗാനിക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. വളരെ നല്ല എക്സ്പെൻസീവ് ആണെങ്കിലും ഭയങ്കര നല്ല ക്രീമാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളോട് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ഞാൻ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരികയാണ്. ഇതാണത്, ഡോക്ടർ ഓർഗാനിക് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ബോട്ടിലാണത്. കണ്ടോ, ഇത് ബോട്ടിൽ ഇത്രയ്ക്ക് ഉണ്ടെങ്കിലും ഇത് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ കുറച്ച് എമൗണ്ടിലുള്ളൂ കേട്ടോ. അപ്പോൾ ഡോക്ടർ ഓർഗാനിക്കിൻ്റെ ആണിത് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണിത്. കണ്ടോ, അത് തീർന്നു തുടങ്ങി. ഇത് 100% നാച്ചുറലാണ്, ഓർഗാനിക് ആണത്, ഇതിൽ കെമിക്കൽസ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയാണ് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സോപ്പ് ഉപയോഗിക്കാറില്ല. ഒരു 1.5 വർഷമായിട്ടാണ് ഞാൻ സോപ്പ് നിർത്തിയിരിക്കുകയാണ്, കംപ്ലീറ്റ്ലി നിർത്തിയിരിക്കുകയാണ്. ഞാൻ ചെറുപയർ പൊടിയോ കടലമാവോ, ഇനിയിപ്പോൾ അതൊക്കെ തീർന്നു പോയ സമയത്താണെങ്കിൽ ലെമൺ ഉണ്ടല്ലോ, ഒരു ഹാഫ് ലെമൺ എടുത്തിട്ട് നമ്മുടെ ബോഡി മുഴുവൻ റബ്ബ് ചെയ്തിട്ട് കുളിക്കും, വാഷ് ചെയ്യും. വേറെ സോപ്പൊന്നും ഉപയോഗിക്കാറില്ല. അതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താണെങ്കിൽ സോപ്പ് നിർത്തിയപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിന് നല്ലൊരു ഗ്ലോവും, പിന്നെ എന്താ പറയുക, സോഫ്റ്റായി, സ്കിൻ വളരെയധികം സോഫ്റ്റായി, ഭയങ്കര ഒരു ഗ്ലോ കിട്ടി. അത് സത്യമാണ്, സോപ്പ് നിർത്തിയപ്പോഴാണ് അങ്ങനെ വന്നത്. ഇപ്പം ഞാൻ സോപ്പ് ഉപയോഗിക്കാറേ ഇല്ല. 1.5 വർഷമായിട്ട് സോപ്പ് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു മാറ്റം നിങ്ങളുടെ സ്കിന്നിന് എന്തായാലും ഉണ്ടാകും. ഷുവറാണ് കേട്ടോ, ഷുവറാണ്. പിന്നെ ഞാൻ ഒരു ബോഡി സ്ക്രബിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, അത് കാണാത്തവർ പോയി കാണാം. ഈ ബോഡി സ്ക്രബ് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യും, അല്ലെങ്കിൽ 2 തവണ ഈ ബോഡി സ്ക്രബ് ഉപയോഗിക്കാറുണ്ട്. ഇതും വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസമായിട്ട് ഞാൻ ഫോളോ ചെയ്ത് വരുന്നൊരു റൊട്ടീൻ ഉണ്ട്. അത് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ എന്താ പറയുക, സ്കിൻ ടോണൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് ആ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അതിന് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ 2 മാസമായിട്ട് ഞാനത് ഫോളോ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ ഞാൻ തരാം, സെപ്പറേറ്റ് ഒരു റിവ്യൂ തരാം. 2 മാസം കൂടി യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ 1 മാസം കൂടി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് സീക്രട്ടായിട്ടിരിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് വലിയ സീക്രട്സ് ഒന്നുമില്ല. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്ക്. അപ്പോൾ ചിലപ്പോൾ ഇതുപോലെ സ്കിൻ സോഫ്റ്റും ഗ്ലോ ഒക്കെ ആവുമായിരിക്കും. എനിക്കറിയില്ല എൻ്റെ സ്കിൻ ഗ്ലോവിങ് ആണോ. ഞാൻ എൻ്റെ സ്കിന്നിനെ പറ്റി പുകഴ്ത്തുന്നതല്ല, ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയർ റുട്ടീൻസ് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ കൂടുതൽ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആയില്ലേ ഈ വീഡിയോ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.